നീരാടി ഓലത്തുമ്പിൽ ചാഞ്ചാടി ഓളക്കയ്യിൽ നീരാടി ഓലത്തുമ്പിൽ ചാഞ്ചാടി. എനിക്ക് ഭയങ്കര രസമുള്ള കളി അല്ലേടി മാർച്ചേ. മാർച്ചല്ല, ഏപ്രിൽ. അയ്യോ, ആ കിരികിരിപ്പിന്റെ ഇടയിൽ എന്റെ പേര് വിട്ടുപോയി. ആർച്ചേ എന്തോ എനിക്കെന്താ അറിഞ്ഞൂടാ. ഇവളെ എപ്പോഴും ഇങ്ങനെ സ്നേഹിച്ചോണ്ടിരിക്കണം. കല്യാണം കഴിഞ്ഞിട്ട് 10-20 വർഷമായി, എന്നിട്ടും ഇങ്ങനെ കുട്ടിക്കളി മാറിയിട്ടില്ല. കിളവൻ നിങ്ങളാണോ? ഒറ്റ സെക്കൻഡ് കൊണ്ട് വൃത്തസാധനത്തിൽ എത്തിച്ചളഞ്ഞാളി അവള്. ഞാൻ കിളവനെന്ന്. എടി, ഞാൻ നിന്നെ 24 മണിക്കൂർ ഇങ്ങനെ സ്നേഹിക്കേണ്ട എന്റെ കാര്യം എന്താണ്? എന്താണ് ഷാജു അണ്ണ കേക്കണേണ്ണ, ഓരോ വീട്ടിലും അരിയും വഴക്കും പ്രശ്നമാണ് ഡെയിലി തന്നെ. ഇന്ന് കല്യാണം കഴിഞ്ഞ സജി 3 ഡൈവോഴ്സ് തന്നെയാളിയാ. ഡൈവോഴ്സ് കാരണം എന്താണ്? ഞാൻ ഭർത്താക്കന്മാരെ കുറ്റം പറയൂ. പ്രണയമില്ല വീട്ടിൽ. ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ പ്രണയമില്ല. പ്രണയിക്കാൻ അറിഞ്ഞൂടാ, പ്രണയിക്കാൻ സമയമില്ല. ഡൈവോഴ്സ് തീർന്ന. അതുപോലെയാണ് അടി നമ്മള്. സമയം കിട്ടുമ്പോഴൊക്കെ ലീവ് എടുത്ത് സമയം കടം മറിച്ച് ഞാൻ പ്രേമിക്കണോളാ. സ്നേഹിക്കണില്ലേ? ഇങ്ങാരി പറഞ്ഞത് ശരിയാ കേട്ടോ. ഇങ്ങാരി എപ്പോഴും എന്നെ സ്നേഹിച്ചോണ്ടേയിരിക്കും. ഇങ്ങാരുടെ സ്നേഹ കൂടുതൽ കാരണം ഉണ്ടല്ലോ, എന്റെ റേഷൻ കാർഡിനകത്ത് പോലെ എന്റെ കുട്ടികളുടെ പേരെഴുതാൻ സ്ഥലമില്ലാതായി. എന്റെ റേഷൻ കാർഡിനകത്ത് എഴുതാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് നമ്മൾ അരിയും മണ്ണെണ്ണയും ഗോതമ്പും ഒക്കെ മേടിക്കുകയല്ലേ, കോളം. ആ കോളത്തിനകത്ത് എന്റെ ഇളയ കുഞ്ഞ് ചിഞ്ചു കിടക്കുന്നത്. സമയമില്ല. 10-15 ചീര വീഴുവാ. ഞായറാഴ്ചയാണ്. വന്നേ. അതെ, ആകെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ലീവ് ദിവസം എന്നാ? ഞായറാഴ്ച. ആ ദിവസമെങ്കിലും നിങ്ങൾക്ക് വീട്ടിനകത്ത് ഇരുന്നൂടെ? വീട്ടിനകത്ത് ഇരുന്നൂടെ എന്ന സജി എങ്ങനെ സ്നേഹിക്കും? എങ്ങനെ സ്നേഹിക്കും? ബൾബ് കണ്ണും വെച്ചോണ്ട് ഇവളെ അച്ഛൻ ഞാൻ കണ്ടിട്ടില്ലേ ആ മനുഷ്യ ഉറങ്ങണത്. അവളമ്മ ഞങ്ങളപ്പോ 9-10 പിള്ളേര്. അത് പോട്ട് ഒരു പാപ്പം കൊതി അപ്പൂപ്പായി. പിള്ളേർക്ക് പോലും ഇല്ല അളിയാ ഇത്രയും പാപ്പം കൊതി. ആ വീട്ടിൽ ഞാൻ എങ്ങനെ സ്നേഹിക്കും? നീ ഒരു കാര്യം ചെയ്യ്, അരി സാധനങ്ങളൊക്കെ ഇല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് വാങ്ങിച്ചു ഉറക്കി. ഞാൻ ചീരയൊക്കെ റെഡി. കാലില് കമ്പടിച്ച് അല്ലേ? എന്റെ പൊന്നുംകുടത്തിന്റെ പരിശുദ്ധവും പരിപാവനവും നിഷ്കളങ്കവും വെണ്ണക്കല്ല് പോലെ ഇരിക്കണ കാലിന് തൊട്ട് വേദനിപ്പിച്ച കമ്പ. നിനക്കിനി ഭൂമി ജീവിക്കാനുള്ള അധികാരമില്ലടാ. പെണ്ണുമ്പിള്ളേടാ നശിപ്പിച്ചു വെച്ചിട്ടുണ്ട്. മനസ്സിലായ? എവിടെ കാലവിടെ നോക്കട്ടെ. പളങ്ക് പോലത്തെ കാലവിടെ. ഇതാടാ പളങ്ക്. പോയി വീട്ടിൽ പോച്ചല്ലേ. ഞാൻ പോവും, എന്നെ എപ്പോഴും കളിയാക്കാം. പോച്ചല്ലേ. ഇങ്ങനെ വെച്ചോണ്ട് പോടി, വെയിൽ കൊള്ളാതെ. അവിടെ നിന്ന് കാലൊന്നും അടിച്ചല്ലേ. ഇവിടെ നെഞ്ചത്തടിക്കാൻ വയ്യ എനിക്ക്. മക്കളെ സൂക്ഷിച്ചു പോണേ. വെറും പാവമാണ് അവള്. സത്യം. നമ്മളെ ജോലി നടക്കട്ടെ. അതൊന്നും അല്ലെങ്കിൽ പിന്നെ എന്തരാണ്? എടി രമ്യ, എടി മനഃപൂർവ്വം വിളിക്കാത്ത അല്ല. എടി ആ താടക പന്ന പറട്ട അവള് കൂടെ ജമ്മത്ത് ചീരത്തോട്ടത്തിൽ വരാത്തേണ്. ഇന്ന് കെട്ടിയെടുത്തോണ്ട് വന്നേക്കണ്. നീ വൈ സമയം കിട്ടുമ്പോ വിളിക്കാം ഉമ്മ. മഞ്ജു, മനഃപൂർവ്വം വിളിക്കാത്ത അല്ലടി. എടി ആ മുടിയാൻ പറഞ്ഞവള് കെട്ടിയെടുത്തോണ്ട് വന്നേക്കണ്. ഇന്ന് ഞായറാഴ്ച എന്റെ കൂടെ. ഉമ്മ സമയം കിട്ടുമ്പോ വിളിച്ചോളാം. ഇങ്ങോട്ട് വിളിക്കല്ലേ സിജി. മനഃപൂർവ്വം വിളിക്കാത്ത അല്ലടി. അവള് കൂടെ ഉണ്ടായിരുന്നു. വിളിക്കല്ലേ, ജീവിതം കളയല്ലേ. ഞാൻ വിളിച്ചോളാം ഉമ്മ. ഇതാടാ ഇങ്ങോട്ട് വിളിക്കുന്നത്. ഹലോ. ഈ ആണുങ്ങളെ ശബ്ദം എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. പ്രത്യേകിച്ച് ഈ ബേസ് സൗണ്ട്. എനിക്ക് ആരാണ്? രാജി പി ദേവിന്റെ ഭർത്താവാണ്. ആ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുള്ള പോലെ തോന്നുന്നു കേട്ടാ. കേൾക്കാൻ വഴിയുണ്ട്. നിങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന പെണ്ണാണ്. ഞാൻ ഇടയ്ക്കെപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്. പറ. കഴിഞ്ഞ 2 മാസമായിട്ട് നീ അവക്ക് മെസ്സേജ് അയക്കുന്നില്ല. അത് ഞാൻ ഇന്ന് കണ്ട്. അതെന്താന്നറിയാമോ? ഞാൻ എന്റെ പെങ്ങളെ പോലെയാണ് കാണുന്നത്. സത്യം. ആങ്ങളെ, ഈ പെങ്ങക്ക് കൊടുത്ത 750 ഉമ്മയായിട്ട് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഭാര്യയുടെ മുന്നിൽ വെച്ച് എനിക്ക് തരണം. ഉമ്മയല്ല, നിന്റെ ചെബുക്കലടിച്ച് പൊട്ടിക്കണോന്ന്. അല്ല, അത് ഞാൻ ഒരു പ്രത്യേക ഞാനൊരു കട്ട് ചെയ്ത് കളഞ്ഞു. ദൈവമേ, ഇനി ഇവൻ കയറി വരും. ഞാനിപ്പോ എന്തോ ചെയ്യും. ചേട്ടാ, നിങ്ങളെ തിരക്കി സുരേഷ് വന്നിട്ട് പോയി. എവിടെയാ പോവാനാണെന്ന്. സുരേഷിന്റെ കൂടെ ആരിറങ്ങി പോടി. ആ സമയത്ത് എനിക്ക് അത്രയും ടൈമിൽ നിന്നെ എനിക്ക് സ്നേഹിച്ചൂടെ? ഇന്ന് ഞായറാഴ്ചയായിട്ട് സുരേഷ് വന്ന് വിളിക്കണ എന്തിനാന്നറിയാം? രാവിലെ മുതൽ രാത്രി വരെ കുടിച്ചു കൂത്താടി ഓടെ കിടക്കാൻ. എടി, സുരേഷിന്റെ കൂട്ടുകാരുടെ ലഹരി എന്ന് പറഞ്ഞാൽ മദ്യമാണ്. എന്റെ ലഹരി എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളാണ്.
എന്താ ആരാണ് പറഞ്ഞത്? എന്താ പറഞ്ഞ ഇപ്പൊ ആരാ അങ്ങനെ പറഞ്ഞു? എന്താ പറഞ്ഞു? ഇപ്പൊ എന്താ നിങ്ങൾ പറഞ്ഞേ? എന്റെ കൊണ്ട് ഇട്ടു കൊടുത്തല്ലോ. എന്റെ ലഹരി എന്ന് പറഞ്ഞാ പുല്ലുവാ. പെണ്ണും പിള്ളയാണ്. പെണ്ണും പിള്ളയാണ്. നീയാണ് എന്റെ ലഹരി. മക്കളെ നീയാണ് എന്റെ ലഹരി. എന്റെ പറ്റി ചക്കര എന്താ നിങ്ങളുടെ മുഖം വല്ലാതെ വാടിയിരിക്കുന്നല്ലോ. എന്റെ മുഖം പാടിയിരിക്കുന്നതാ. അത് സംഭവം എന്തെന്നറിയാടി? പറ, ടെൻഷൻ എന്താ? ഓഫീസിൽ അടുത്ത മാസം ഇതാണല്ലോ, വാർഷികമാണല്ലോ. സൂപ്രണ്ട് സാറ് പറഞ്ഞു ഒരു നാടകം റെഡിയാക്കാൻ. അവിടെ കലാപരമായിട്ട് ബുദ്ധിയും കഴിവുള്ള ഞാൻ മാത്രമേ ഉള്ളൂ. ഫ്രാൻസിസ് ടി മാവേലിക്കരയിൽ തന്നെ എഴുതാൻ കൊടുത്തത്. ഞാൻ തട്ടിപ്പറിച്ചിങ്ങെടുത്ത് ഞാൻ എഴുതിക്കൊള്ളാന്ന് പറഞ്ഞു. കണ്ടന്റ് പ്രണയമാണ്. അപ്പൊ അതിൽ നായികയായിട്ട് അഭിനയിക്കുന്ന ഒരു പെണ്ണുകളാ. പ്യാര് വായിൽ നിൽക്കണമില്ല. മറ്റേ രാജി അങ്ങനെ എന്താ പറഞ്ഞേ? അവളാണ് നായിക. പ്രണയം എത്ര പറഞ്ഞു കൊടുത്താലും പുല്ലിന്റെ മണ്ടേ കയറണില്ല. ഞാൻ എന്തോ ചെയ്യാൻ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മൊബൈലിൽ പ്രണയം ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് വാട്സപ്പിൽ ഇങ്ങനെ അയച്ചു കൊടുക്കും. സമയമുള്ളപ്പോ കേട്ട് പഠിക്കാമല്ലോ. ഒരു ഡയറക്ടറായ ഇങ്ങനെയൊക്കെ ചെയ്യണ്ടേ? ഇതവളെ ഭർത്താവ് കണ്ടുപിടിച്ച്. ഞാനും അവളും തമ്മിൽ അവിഹിതമാണെന്ന് പറഞ്ഞ് എന്നെ അടിക്കാനോ വെട്ടാനോ കുത്തുവെന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്റെ ഞാൻ ഒന്നും ചെയ്തില്ല. അവന്റെ ചെയ്യണം. ഈ രാജി ഇടയ്ക്ക് വിളിച്ചപ്പോ എന്റെ അടുത്ത് പറഞ്ഞ് ഇവൻ ആരണ ബുദ്ധിയാണ്. പറഞ്ഞുകൊണ്ട് വന്ന കാര്യം സബ്ജക്ട് പെട്ടെന്ന് മറന്നു. പിന്നെ ആരെങ്കിലും ഇട്ടു കൊടുക്കണം സബ്ജക്ട്. നമ്മളായിട്ട് ഇട്ടു കൊടുക്കണ്ട. അവൻ മറന്നു പോണെങ്കിൽ അവൻ എങ്ങ് പോട്ട്. ബുദ്ധിയില്ലാത്ത നാക്കോച്ച് എഴുന്നള്ളിക്കല്ലേ. മനസ്സിലായോ? OTP ഉള്ളവനാണെങ്കിൽ വാടാ. OTP ഉള്ളവനാണെങ്കിൽ വാടാന്ന. അയ്യോ സോറി ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ വാടാ. ഞാൻ പോവൂല. അവൻ പറഞ്ഞ കാറ്റഗറിയിലുള്ള അല്ല ഞാൻ. ഇടിച്ചാൻ പരത്തും ഇപ്പൊ. അതിനു മുമ്പ് നിന്റെ മുക്കാമട്ട ഞാൻ ഇടിച്ച് പരത്തോടാ. അതാണ് എനിക്ക് ധൈര്യം. എന്റെ ബാക്കിൽ നിന്നോളാം കേട്ടാ. ചുണയുള്ളവനാണെങ്കിൽ വാടാ. ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് വിചാരിച്ചല്ലടാ. വാടാ. വെട്ട് വലിച്ച് ഞാൻ പെട്ട്. കൊടോട് ഇങ്ങോട്ട് വാ. ഓടിയില്ല. കൊടോട വെക്കടാ. മനസ്സിലായി കാണും. രാജിയുടെ ഭർത്താവ് നാട്ടിൽ വന്ന് തിരക്കാ മതി. ഷാബു ചാലയിൽ എന്ന് പറഞ്ഞാൽ അറിയും എല്ലാവർക്കും. അത് അവിടെ വന്ന് തിരക്കണ്ട. ഇവിടെ എല്ലാവർക്കും അറിഞ്ഞൂടെ? എന്തുവാ ശൗചാലയം എന്ന് പറഞ്ഞു? ഷാബു 7 രൂപ 50 പൈസ. ദൈവമേ, ഇവന്റെ മെമ്മറി ഇടയ്ക്ക് അങ്ങ് പോയാ മതിയായിരുന്നു. എന്തിനിപ്പ അങ്ങനെ ചെയ്തത്? ഞാൻ ആക്രിക്കാരനാണല്ലോ. എനിക്ക് നല്ല സാധനങ്ങളൊക്കെ കിട്ടിയാൽ ഞാൻ ഞടുക്കും. ഇപ്പൊ എന്തിനാ വന്നേക്ക് അറിയോ? എന്തിനാ വന്നത്? എന്റെ മുഖം ഞടുക്കാൻ വന്നയാണ് ഞാൻ. എന്റെ മുഖം അല്ല, ഞാൻ അത് വെറുതെ യമനെ എവിടെ തല്ലണം. എവിടെ തല്ലും? ആ സ്കൂളിന്റെ ഫ്രണ്ട് ഇട്ട് നിന്നെ തല്ലും. കാണട്ടെ. എന്റെ പൊന്നു സുഹൃത്തെ, ഈ ഏരിയയിൽ സ്കൂൾ ഇല്ല. സ്കൂള് കുറെ പിള്ളേരൊക്കെ നിൽക്കുന്നത്. ഏതാ? അത് എന്റെ വീടാണ് സുഹൃത്തെ. എന്റെ വീട് നിറച്ച് പിള്ളേരാണല്ലേ. ഇനിന്തെന്നറിഞ്ഞൂടാ. ദൈവം തരുന്നു, ഞാൻ വളർത്തുന്നു. അത്രേ ഉള്ളൂ. ഇത് ദൈവം തരുവല്ല, യവൻ ദൈവത്തിന് എന്നെ തട്ടിപ്പറിച്ചെടുക്കുന്നതാണ്. ഇത്രയും പിള്ളേരാ. നീ വന്ന കാര്യം പണ. സോറി, ആലോചിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല. അറിഞ്ഞുടങ്ങി വിട്ടുകളാ പാസ്. അതല്ല, ഞാൻ എന്തിനാ ഇവിടെ വന്നത്? മെമ്മറി പോയി. ഞാൻ എന്തിനാ വന്നത്? നീ ഒന്നിനും വന്നേല, വെറുതെ വന്നത്. പോ. അല്ല, ഞാൻ ഇവിടെ എന്തിനാ വന്നത്? വെറുതെ വന്നത്. അയ്യോ, എന്തിനു വന്നത്? ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ പറ. ഞാൻ എന്തിനാ വന്നത്? ആരും കേട്ടില്ല. വെറുതെ വന്നല്ലേ? വെറുതെ വന്നത്. ഞാനിങ്ങനെ ചില കാര്യങ്ങൾ മറക്കും കേട്ടോ. എനിക്ക് നിങ്ങൾ അറിയത്ത് പോലും ഇല്ല. അറിഞ്ഞൂടാ. അതാണ് മറന്നു പോകുന്നോണ്ട് ഓരോ കാര്യങ്ങളും ഞാൻ ദേഹത്തൊക്കെ എഴുതിയിട്ടിട്ടുണ്ട്. ആടാ വലിച്ച്. ഇത് കൈതത്തോട്ടത്തിൽ വൈകിട്ട് പോണം. അതല്ല, ഇതാണ്ട് എന്തൊക്കെ എഴുതിയിട്ടേക്കണ്? മുട്ടിലെന്തോ എഴുതിയിട്ടേക്കണേ? ഇത് മുട്ടിൽ എഴുതിയേക്കുന്നത് മുട്ടത്ത് വരെ വൈകുന്നേരം പോണം. അതുകൊണ്ടാണ് മുട്ടി എഴുതി വെച്ചേക്കുന്നത്. വേറെ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ട്? കാലിന്റെ അടിയിൽ. അത് കാലടിയിൽ ഒരു കല്യാണം ഉണ്ട്, അതിന് പോണം. വേറെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട്? വേറെ താണ്ട് വൈറ്റിൽ എഴുതിയിട്ടുണ്ടോ? അതെന്തിനാ അങ്ങനെ എഴുതിയിരിക്കണേ? വൈറ്റിലാന്ന് എഴുതിയേക്കുന്നതോ? അതെന്താ അറിയുമോ? കൊച്ചിനോ ഡ്രസ് എടുക്കാനുണ്ട്, അങ്ങനെ പോകണം. ശരി. അങ്ങനെ പറഞ്ഞ് വിഷയമൊന്നും മാറ്റണ്ട. ഞാൻ നോക്കട്ടെ. വെറുതെ വന്നത്. എന്റെ ഭാര്യക്ക് മെസ്സേജ് അയക്കുന്നവനെ തിരക്കി വന്നത്. കിട്ടി ഉണ്ണി, നിന്റെ ഊപ്പാടിന്ന് ഞാൻ വരുത്തോടാ. അമ്മേ മഹാമായേ, ഇത്രയും നേരം ആണിന്റെ വേഷത്തിൽ നിന്ന് എന്റെ അടുത്ത് കോമഡി അടിക്കുമായിരുന്ന. അയ്യോ, അറിഞ്ഞോ അറിയാതെ ഞാൻ പല തെറ്റും ക്ഷമിക്കണേ അമ്മേ ദേവി. ഏതായിട്ടാ ഈ പ്രാന്തൻ? എനിക്കറിഞ്ഞൂടാ എവിടുന്നാ ചീരത്തോട്ടം കാണാൻ കയറി വന്നത്. എടി, നീ എന്നെ ഇവിടെ ആക്കിയിട്ട് അരിവാളും കൊണ്ട് എവിടെയടി ഓടിയത്? നിങ്ങൾ എന്നെ പറഞ്ഞു രാജിയുടെ ഭർത്താവ് അവിടെ വന്ന് നിങ്ങളെ തിരക്കി നിൽക്കുന്നെന്ന്. ഞാനങ്ങ് കണ്ടില്ല അവനെ അവിടെ. ഈ നിൽക്കുന്നത് ആഫ്രിക്കയിലുള്ള കങ്കാരു അല്ല, ഇതാണ് രാജിയുടെ ഭർത്താവ്.
ഉപദ്രവിച്ചു തുടങ്ങി. നീ എന്തിനു കളഞ്ഞത്? പിന്നെ എന്റെ കൈ കൂടെ തിരിച്ചോടിക്കാനോ? ഉപദ്രവിച്ചു തുടങ്ങി. ഇതാരാണ്? ഇതാണ് എന്റെ ഭാര്യ ആർച്ച. നമസ്കാരം. മനസ്സിലായി കാണും. ഓ, ഒരു നമസ്കാരമാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ടേ. എവിടെന്ന് വരുന്നതാ? അറിയോ? പിന്നെ ബട്ടൺസ് ആർക്ക് അറിഞ്ഞൂടാ? ഇവന്മാരെ രണ്ടിനും ഒരു അച്ചി വാർത്തയാണ് നിന്റെ രണ്ടിനും. ഞങ്ങൾ അങ്ങനെയാണ്. അതല്ല, നീ എന്റെ ഭാര്യക്ക് മെസ്സേജ് അയക്കുന്നത് അറിയാമോ? അറിഞ്ഞൂടാ. അറിഞ്ഞൂടല്ലേ? എല്ലാരും അറിയണം. ഇന്ന് ഈ നാട് മൊത്തം കാത് പൊത്തണം. നിങ്ങൾ ഇത് കേട്ട് ഞെട്ടണം. നിങ്ങളുടെ ഭർത്താവും എന്റെ ഭാര്യയും തമ്മി നിരന്തരം അശ്ലീലമായ മെസ്സേജ് അയക്കുന്നു. ഇവര് തമ്മി അവിഹിതമാണ്. ഓ, ഇത് എനിക്ക് വേണ്ട. അവര് തന്നെ തല്ലി കൊന്നോളൂ അവനെ. ഇത് റിയാക്ഷൻ അങ്ങനെയല്ല. നോക്കൊരു ഭർത്താവിന് ഇങ്ങനെ അറിയുമ്പോ ഭാര്യ അവന്റെ ചെവുക്കല്ലുകളൊക്കെ അടിച്ച് പിള്ളേരെയും കൊണ്ട് നേരെ വീട്ടിൽ പോണ മൂന്നിനത് ഡിവോഴ്സ്. ആ റിയാക്ഷൻ അത് അറിഞ്ഞൂടെ? സുഹൃത്തേ, അങ്ങനെയല്ല. ഞാൻ കാണിച്ചു കൂട്ടുന്ന പോക്കരത്തരത്തിനും തോന്നിയവാസത്തിനും സപ്പോർട്ട് ഞാൻ ചെയ്യും. ഇവളാണ്. അത്രേ ഉള്ളൂ. സമൂഹമേ, നീ ഇത് കേൾക്കണില്ലേ? ഫുൾ സപ്പോർട്ട് എന്നൊരു ഭാര്യ. ഇനി വേറെ കാര്യമില്ല. റൂട്ട് മാറ്റി പറയുന്നു. മറന്നു പോകുന്നതിന് മുന്നേ അവനെ രണ്ടിടിയും മേടിച്ചു കൊടുക്കുന്നു. ഒരു ഉമ്മ തരട്ടാ. അവൻ എന്നോട് പറയാ ഒരു ഉമ്മ തരട്ടെ എന്ന്. കൊടുത്തുകൂടായിരുന്നാടി അങ്ങോട്ട്. ഉമ്മയല്ല, ചെവക്കല്ല് വളക്കണ കൊടുത്തുകൂടായിരുന്നാ? നിങ്ങൾ എന്താ പറഞ്ഞേ? താണ്ട കണ്ട, നിങ്ങളുടെ ഭർത്താവ് എന്റെ ഭാര്യ കഴിച്ചേക്കുവാണ് രാത്രി 12:15 മണിക്ക് ഒരു ഉമ്മ തരട്ടാന്ന്. പിന്നെ പോയി ചോയിര്. ചേട്ടാ, നിങ്ങൾ അവന്റെ ഭാര്യക്ക് മെസ്സേജ് ഇട്ടോ? സംഭവം തെറ്റ് നിന്റെ ഭാഗത്താണ്. എന്റെ ഭാഗത്തോ? തെറ്റ് നിന്റെ ഭാഗത്താണ്. ഞാനെന്തോ ചെയ്തു? എടി, നാടകമല്ലേ? നാടകത്തിലെ എന്റെ കഥാപാത്രത്തിന്റെ പേരെന്താണ്? എന്താണ്? അഫ്സൽ. അഫ്സലിന്റെ ഉമ്മ വരട്ടെ എന്നാണ് പറഞ്ഞത്. ഒരു വാ മാറി തായായി എന്നെ അടിച്ച ഒരക്ഷരം തെറ്റി. എന്റെ ദൈവമേ, ഞാൻ തെറ്റിദ്ധരിച്ചു. പോട്ടെ, ദൈവം പറഞ്ഞു മാറ്റി. എന്നാ ഒരു കാര്യം ചോദിക്കട്ടെ, 12:30 ഇവ അയച്ചേക്കണ എന്റെ പെണ്ണുമ്പിള്ളക്ക് സാരിയാണോ ഉടുത്തേക്കണെന്ന് അവൻ അറിഞ്ഞിട്ട് എന്തിന് അവളെ ഏത് ഡ്രസ് ഇട്ടേക്കണെന്ന്? ഇത് നാടകമാണോ? ഇത് മനപ്പുറം അയച്ചില്ല, അവിഹിതമല്ലേ? തന്നെ. പിന്നെ ചേട്ടാ, നിങ്ങൾ അവക്ക് മെസ്സേജ് അയച്ചോ? സാരിയാണോ ഉടുത്തേക്കുന്നതെന്ന് ചോദിച്ചോ? മെസ്സേജ് അയച്ചോ? സംഭവം എന്തെന്നറിയാം? വായിൽ വരണൂല്ലല്ലോടെ. സംഭവം എന്തെന്നറിയാം? എടി, ഒരു നാടകത്തിന്റെ മെയിൻ എന്ന് പറഞ്ഞാൽ കോസ്റ്റ്യൂം. ഓരോ സീനിലും ഓരോ കോസ്റ്റ്യൂം വേണ്ടേ? ഒരു സീനിൽ നൈറ്റി ആണെങ്കിൽ സാരി, സെറ്റും മുണ്ടും, മറ്റത് മറിച്ചത് മേൽമുണ്ട്. അതല്ല ഞാൻ എന്നെ തെറ്റിദ്ധരിച്ചാടി. അത് കോസ്റ്റ്യൂമാണ്. ആ കോസ്റ്റ്യൂമിൽ പെട്ടതാണ്. അതിൽ സാരിയാണോ വേണോ എന്നാണ് ചോദിച്ചത്. എല്ലാം പറഞ്ഞ് ഇവ മാറ്റുവാണല്ലേ. എന്നാ ഇതിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഇനി വന്നേ. ആ മരപ്പട്ടി ഉറങ്ങിയോ? അതേത് നാടകത്തിലെ ഡയലോഗാണ്? എനിക്കറിയണം. ഏട്ടാ, നിങ്ങൾ മെസ്സേജ് അയച്ചോ? ആ മരപ്പട്ടി ഉറങ്ങിയോ എന്ന് ചോദിച്ചു മെസ്സേജ് അയച്ചോ? എന്താ ചിരിക്കുന്നു? മെസ്സേജ് അയച്ചോ? ആ കോമഡി എന്റെ അടുത്തോട് പറഞ്ഞാ ഞാനും കൂടി ചിരിക്കാം. എന്താന്നറിയാ? നിന്റെ തെറ്റ്. എന്റെ തെറ്റോ? നിന്റെ മാത്രം തെറ്റ്. എല്ലാത്തിനും എന്നെ പിടിക്കുന്നത് എന്തിനാ? നാടകത്തിന്റെ കഥയും കാര്യങ്ങളെല്ലാം നീ ചോദിച്ചോ? ചോദിച്ചില്ല. എന്തുകൊണ്ട് നീ ചോദിച്ചില്ല? ചേട്ടാ, നാടകത്തിന്റെ പേരെന്താണെന്ന് ചോദ്യ. ചേട്ടാ, നാടകത്തിന്റെ പേരെന്താ? ആ മരപ്പട്ടി ഉറങ്ങിയോ പാർട്ട് 1. അത്രേ ഉള്ളൂ. എന്ന് പറ കിഴക്കിന്റെ അടുത്ത് പോ. അനിയ, ആ നാടകത്തിന്റെ പേരാണ് ആ മരപ്പട്ടി ഉറങ്ങിയോ. എല്ലാം പറഞ്ഞു മാറ്റി. അവൻ പറയണ വിശ്വസിക്കാൻ കിഴങ്ങ് കണക്കൊരു പെണ്ണും പിള്ളി. എന്ത് പറഞ്ഞാലും രക്ഷയില്ല സുഹൃത്തെ. അവളെ എന്റെ ഭാര്യയാണ്. എന്നെ ഭയങ്കര വിശ്വാസമാണ്. ഞാൻ ഉണ്ണിയേട്ടന്റെ പെണ്ണ്. എന്റെ മുന്നേ എന്റെ ഭാര്യക്ക് അയച്ച ഓരോ മെസ്സേജ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നോക്ക്, ഇത് കണ്ട കണ്ട 1 2 3 4. ഇതേതൊരു മുതുക്ക് കൈ? എന്റെ കൈ. ഇതെന്തോ ഇന്ന് വികസിപ്പിച്ച് നോക്കിയത്? പിന്നെ നീ വികസന മന്ത്രിയല്ലേ? വികസിപ്പിക്കാൻ അവിടെ അനങ്ങാതെ നിന്നോണം. ഇതൊന്ന് കാണട്ടെ, തരാം. വായിച്ചോക്ക്, വായിച്ചോക്ക്. ഈ കയ്യിൽ എഴുതി വെച്ചേക്കണത് ഉണ്ടെങ്കിലല്ലേ അവൻ മണയുള്ളൂ. തീരുമാനം ഉണ്ടാക്കി തരാടാ. ചൂടല്ലേ? വെള്ളം മുക്കി ശരീരം തണുപ്പിക്കുന്നു. ഡയലോഗ് ഇല്ലെങ്കിൽ അങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങൾ. കറുത്തുപോയി കൈ. നോക്ക്, കറുത്തുപോയി. നോക്ക്, അത് കണ്ട. ഇത് കഴിഞ്ഞ മാസം. ഇതൊക്കെ ഉള്ളത് തന്നെ. സത്യം, സത്യം. എന്താ? ഞാൻ 250 രൂപ കൊണ്ടുവന്നാ. ഇവിടെ കൊണ്ടുവന്നാ.
എനിക്ക് തരാനുള്ള കള്ളെന്ത് തരാത്തത്? കള്ളോ? എടി കറിക്കാരി അമ്മണി പോയി അല്ല ഞാന് സർക്കാരി അമ്മണിയാ? എടി പോയി കള്ളി എത്ര? എടാ പോടാ മെമ്മറി ഇല്ലാത്തവനെ. ഇത് കുട്ടനാട് ചാപ്പല്ലേ? എനിക്ക് കള്ള് വേണം. നീ വന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. കിട്ടിയില്ലല്ല, കിട്ടിയില്ല. മറന്ന് അത്ര തന്നെ. എന്തോരം ഞാൻ പറയാൻ വന്നത് ആദ്യം. ആരും പറഞ്ഞു കൊടുക്കല്ലേ, സജിയിലെ പറഞ്ഞു കൊടുക്കല്ലേ അളിയാ. കുഴപ്പമില്ലല്ലേ? മറന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലേ? അടുത്തിരിക്കുന്ന ചേച്ചി എടുത്തു പോക്കാൻ. അതിനാണാ വന്നത്. എടാ പൊട്ടാ, എടാ നിന്റെ പെണ്ണും പിള്ളക്ക് മെസ്സേജ് അയച്ചവനെ കണ്ടുപിടിക്കാനല്ലേ വന്നത്? അവനെ കണ്ടുപിടി. അപ്പൊ ഇതാരെഴുതി വെച്ചത്? നിക്കുന്ന എന്റെ ഭർത്താവ്. എഴുതി വെച്ചല്ലേ? എഴുതി വെച്ച് മായിച്ചല്ലേ? ചേച്ചിക്ക് ഇപ്പൊ മനസ്സിലായോ? ഇത് മായ്ച്ച തെളിവുകൾ നശിക്കും. ഇപ്പൊ ഉറപ്പായി വരുന്നുണ്ട് ഇവര് പ്രേമമുണ്ടത്. ചേച്ചി നോക്കിക്കോ, ഇനി കണ്ട കുറച്ചുകൂടി ഉണ്ട്. കണ്ട കണ്ണു തുറന്നങ്ങോട്ട് കാണ്. കണ്ട എന്റെ ഭാര്യ ഉണ്ടല്ലേ, അവളും ഞാനും ആണെങ്കിൽ 2 മാസം പിണക്കത്തില്ല. നീ രാജിയും ഞാനും. ആ ഗ്യാപ്പിലാണ് ഇവൻ കേറിയത്. അതെന്തിനാ പിണങ്ങേ? അതായത് ഞാൻ അവക്കൊരു ഉമ്മ കൊടുത്തു. ഒരു ഉമ്മ കൊടുത്തതാണോ പ്രശ്നം? ഉമ്മ കൊടുത്തപ്പോ ചുണ്ടിയിരുന്ന ബീഡി എടുത്ത് മാറ്റാൻ മറന്നുപോയി. അങ്ങനെ 2 മാസം പിണങ്ങി അവിടെയാണ് ഇവൻ കേറിയത്. കണ്ട അവളുടെ കോള് വരുന്നുണ്ടല്ലേ, അവളെ കൊണ്ട് ചേച്ചി പറയണ ഇവര് തമ്മിൽ പ്രണയമാണെന്ന്. എടി രാജി, നിന്റെ കാമുകന്റെ വീട്ടിൽ വന്ന് നിക്കണടി നമ്മള്. ഞാനാ? അയ്യോ ഇല്ല. അവള് പറയണേ ഞാനും ഏതോ പെണ്ണും കൂടി ചീരത്തോട്ടത്തിൽ കെട്ടിപ്പിടിച്ച് നിക്കണെന്ന്. അയ്യോ അത് ഏത് പെണ്ണാ? നിങ്ങള്. അവള് പോയി ഷൂട്ട് ചെയ്ത് ഇങ്ങോട്ട് അയച്ചേക്കണ്. ഷൂട്ട് ചെയ്ത് അപ്പൊ അങ്ങോട്ട് അയച്ചത്? ലാൽ ജോസ് വന്നിരുന്നു. മീശ മാധവനിൽ അടുത്ത കാവ്യമാധവൻ നിങ്ങളും ഞാനും ദിലീപ് അങ്ങനെ ഷൂട്ട് ചെയ്യണത് കൂട്ട കണ്ട? ആണോ? അതല്ല, ഈ ആംഗിൾ കണ്ടായിരുന്നു. നിങ്ങളെ കെട്ടിയെന്തോ അവിടെ ഇങ്ങോട്ട് ഷൂട്ട് ചെയ്തിട്ടതാണ്. നിങ്ങളാണോ ഞാനും ഇവനും കൂടെയുള്ള പടം ഷൂട്ട് ചെയ്ത് അവക്ക് അയച്ചു കൊടുത്തത്? ഇവക്ക് എന്താണ് തലയ്ക്ക് സുഖമില്ലേടെ? ഒരു ഫോണ് പോലും സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ അറിഞ്ഞൂടാ. അളിയാ ഒരു സെൽഫി എടുത്തു കഴിഞ്ഞാൽ മൂക്കിലെ 2 ഹോളാണ് വരുന്നത്. വേറെ അല്ല, നല്ലൊരു ഫോട്ടോ പോലും എടുക്കാൻ അറിഞ്ഞൂടാ. ഞാൻ ഇവിടെ എടുത്ത് അയച്ചു കൊടുത്തത്. ഫോൺ എന്തി? അയ്യോ ഇന്തൊരു കള്ളമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടേ ദൈവമേ. ഫോൺ എന്തി? ഫോൺ എന്തി? നിന്റെ ഫോൺ എന്തി? ഫോണ് ചാർജ് 3% അപ്പൊ അതിന്റെ കുത്തി ഇട്ടിട്ട് വന്നു. ഇനിയിപ്പോ ജോലി കഴിഞ്ഞെന്ന് എടുക്കാമല്ലോ, നമുക്ക് ഉപയോഗിക്കാമല്ലോ. എവിടെ കൊണ്ട് കുത്തിയിട്ടേക്കണ്? എന്റെ വീട്ടില്. ഏതാണ് ആ വീടാണോ? നമ്മളെ വീടിന്റെ അങ്ങ് സൈഡില്ലേ, ഹാളിന്റെ അപ്പുറ സൈഡിൽ ഇരിക്കണം. അവിടെ ആ റൂമില് കൂട്ടിയിട്ടിട്ട് വന്നു, അവിടെ കുത്തിയിട്ടിട്ട് വന്നു. അപ്പൊ ഇതെന്തുവാ? ഫോണറ് മോശമാണിത്. അന്യര ഫോണ് പല സംഭവങ്ങളും അതിനകത്തുണ്ട്. നിനക്ക് അറിഞ്ഞൂടാത്താണ്, അത് മോശമാണ്, സ്റ്റാൻഡേർഡ് ഇല്ലാത്തതാണ്. ഫോണറ ഇങ്ങോട്ട്. ഫോൺ ഞാൻ തരത്തില്ല. ഫോൺ അടിക്കാൻ സീരിയസ് ആയിട്ടാണ്. ഫോണ് ഫോണിട്. ഫോണട് അളിയ കളിക്കാതെ ഫോണിട്. ഒരു കാര്യം പറഞ്ഞോട്ട്, ഈ അമ്പലത്തിൽ ഘോഷയാത്ര കണ്ടിട്ടുണ്ടോ? അതിൽ ഈ രാക്ഷസന്മാരെയൊക്കെ ഭൂമിയുടെ അടിയിൽ ചവിട്ടിത്താക്കണ സീന് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ഇപ്പൊ കാണാം. ഇതിനകത്ത് ഞാൻ കണ്ട മെസ്സേജ് ഒക്കെ ശരിയാണോ? ഒന്ന് രണ്ടെണ്ണോ? അപ്പൊ ഈ ബാക്കിയൊക്കെയോ? പറ. ചെറുക്കം വന്നോണ്ട്. അനിയ, നീ വന്നത് കൊണ്ട് എനിക്ക് കാര്യങ്ങളെല്ലാം പിടികിട്ടി. നീ പറഞ്ഞതാണ് സത്യം. ഇത് പ്രണയമാണ്. അങ്ങനെ പ്രണയിച്ചൂടാ. 10ാം ക്ലാസ്സിൽ പഠിക്കണം നിങ്ങള്, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്നെ പ്രേമിച്ചാൽ എന്ത് പറയും? പറ്റത്തില്ല. കഞ്ഞിക്കുഴി സ്കൂളിൽ പഠിച്ച ഏഞ്ചൽ. അയ്യോ ഏത് കഞ്ഞിക്കുഴി? എന്റെ കൂടെ. ഞാൻ പഠിച്ചിട്ടില്ല. വന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. കിട്ടില്ലല്ലോ. മറ്റേ കിട്ടണില്ലേ? എന്തിനാ വന്നേ? ഞാൻ എന്തിനാ വന്നത്? ചീര പറിക്കാൻ വന്നപ്പോ പറയണ്ടായിരുന്നു. ഇത് ചീര പറിച്ചത് ഇപ്പൊ വരും ഞാൻ. നല്ല നോക്കി പറയും. നിങ്ങൾക്ക് മതിയായില്ലല്ലേ? ഇത്രയും നാള് നിങ്ങൾ എന്നെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു. നിങ്ങളുടെ ഈ സ്നേഹം എല്ലാം കള്ളത്തരമായിരുന്നല്ലേ? പൊന്നാർച്ച, നീ ഒന്ന് അടങ്ങടി. ഞാൻ അടങ്ങത്തില്ല. ഒരു മനുഷ്യനാകുമ്പോ തെറ്റ് പറ്റൂല അളിയ. തെറ്റ് പറ്റും. എനിക്ക് പറ്റിയ തെറ്റ് ഞാൻ സമ്മതിച്ചു. അത് ഞാൻ അങ്ങ് ക്ഷമിച്ചു. എനിക്ക് പറ്റിയ തെറ്റ് ഞാൻ സമ്മതിച്ചു. എന്തിനാണെന്ന് അറിയാവോ? നമ്മുടെ മക്കളെ ഓർത്ത് ഞാൻ എല്ലാം ക്ഷമിച്ചു. സമ്മതിച്ചു. പക്ഷെ ഇനി ഇത് ആവർത്തിക്കരുത്. ആവർത്തിക്കൂല ആർച്ച, നീ ഒന്ന് അടങ്ങ്. എല്ലാത്തിനും കാരണം ഈ മൊബൈൽ ഫോണാണ്. നല്ലതിനും ചീത്തയ്ക്കും കാരണം ഈ മൊബൈൽ ഫോണാണ്. ഈ മൊബൈൽ ഫോൺ ഞാൻ അടിച്ചു പൊട്ടി. നാളെ മുതൽ ഉണ്ണിത്താന് വേറെ സിം, വേറെ മൊബൈൽ, വേറെ സംസാരം. എനിക്കതറിയേണ്ട കാര്യമില്ല. 50,000 രൂപയുടെ ഫോൺ ചെതറി കിടക്കുന്നു. നിനക്കറിഞ്ഞൂടാ ആർച്ചേ, എനിക്ക് 50,000 വലുതേന്നറിയാ. നീയും നിന്റെ കഴുത്തി കെട്ടിക്കണ താലി, എവറി പുല്ല് താലി, അതാണ്ടേ ഈ താലി, അതാണ് എനിക്ക് വലുത്. മനസ്സിലായ? എന്നോട് ഇപ്പോഴും സ്നേഹമുണ്ട്. ഞാൻ വിചാരിച്ചു ഉള്ള സമയം കൊണ്ട് 10 മൂട് ചീര വീഴുവാ. ഇപ്പോഴോ?
ഓ അയ്യോ മെമ്മറി പറഞ്ഞു കൊടുക്കല്ലേ, ഓർപ്പിക്കല്ലേ. നിങ്ങളെ സമ്മതിക്കണം കേട്ടോ. ഇങ്ങനെ പിടിക്കണേനാ? അതല്ല, നിങ്ങൾ ഞാൻ ചീരത്തോട്ടത്തിൽ പോയി. ഞാൻ ചെന്നപ്പോ എന്തോ അറിയോ, ഇടയ്ക്കിടയ്ക്ക് ഓരോ ചീര കടന്ന് കുലുക്കി ചീര. ഞാൻ നോക്കി ഇതെന്തോ അത്ഭുതമുള്ള ചീരയാണെന്ന് പറഞ്ഞ് നോക്കിയപ്പോ എന്തോ എല്ലാ ചീരയുടെ അടിയിൽ ഒരു കെട്ട് ഫോണ്. ഇവിടെ നിന്നോ ഇത് സമൂഹം അറിയണം. ഇത് 10 പേര് നിങ്ങളെ അറിയണം. തൊലച്ചപ്പം ഇതെന്താന്ന്? ചീര. ഈ ചീരയുടെ അടിയിലുള്ള എന്താന്നാ ഈ ചോദിച്ചത്? 2 ഫോണ് അമ്മ സത്യമായിട്ടും എന്റെയാണ്. അപ്പൊ ഈ ഫോണോ? അത് എന്റെ സ്വന്തം ഫോണും. അയ്യോ, നിങ്ങൾക്ക് മതിയായില്ല. ഇത് ഇന്നുകൊണ്ട് ഞാൻ ഇവിടെ എല്ലാം അവസാനിപ്പിക്കാം. അയ്യോ, എന്റെ കാല്. എന്റെ പൊന്നുംകുടത്തിന്റെ പരിശുദ്ധവും പരിപാവനവും അവിടം പോലെ ഇരിക്കണ കാല് വേദനിപ്പിച്ച മൊബൈൽ ഫോണ് ഇന്ന് നിന്റെ അവസാനമാണ്ടോ, നിന്നെ കത്തിക്കോളാ ഞാൻ. തൊട്ടുപോകരുത്. നിങ്ങൾക്ക് രാജി മാത്രമല്ലല്ലേ? കൊണ്ടിട്ട് കൊടുത്ത് അമ്മ എന്താ പറഞ്ഞേ? രാജി മാത്രമല്ലല്ലേ എന്ന് മനസ്സിലായി. എല്ലാം എനിക്ക് ഇപ്പോഴാണ് ഇവിടെ വന്നത് എന്തിനാണെന്ന് കറക്റ്റ് പിടുത്തം കിട്ടിയത്. എന്തോ മനസ്സിലായിരുന്നു? ഏതോ ഒരു മന്ത്രി രാജിവെക്കണ്. അത് നോക്കാൻ വന്ന ഓഫീസറാണ് ഞാൻ. ഇറങ്ങി പോടാവില്ല എന്റെ ചീരത്തോട്ടത്തിൽ നിന്ന്.